അങ്ങനെ അമ്പലത്തിലൊക്കെ പോയിട്ട് നമ്മൾ നേരെ മാർക്കറ്റിലേക്ക് വന്നിട്ടാ. മാർക്കറ്റ് നോക്കുമ്പോൾ മുമ്പും മലയാളി പെൺകുട്ടികൾ മാത്രമേ ഉള്ളൂ. ഞായറാഴ്ച അല്ലേ, അപ്പോൾ പിന്നെ എല്ലാവരും ഇങ്ങനെ വന്നിരിക്കുകയാണ് ഷോപ്പിങ്ങിനെ. ഇവിടെ നോക്കിയാലും മലയാളികൾ, അവിടെ ഇവിടെ നിന്നൊക്കെ മലയാളികൾ. പിന്നെ കുറച്ചങ്ങോട്ട് കണ്ടു കഴിഞ്ഞിട്ട് നമ്മൾ പിന്നെ നമ്മുടെ അടുത്ത ലൊക്കേഷനിലേക്ക് ബസ് നോക്കി നടന്നു കേട്ടോ. ബസ് നോക്കി നടക്കുമ്പോഴാണ് നമ്മളൊരു ബസ് കണ്ടത്. നമ്മൾ പിന്നെ ആ ബസ് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് ആ ബസ്സിലേക്ക് കയറാൻ പോയി. പിന്നെയാണ് മനസ്സിലായത് ആ ബസ് അല്ല സംഭവം എന്നുള്ളത്. അപ്പോൾ പിന്നെ ഓക്കെ, അതില്ലെങ്കിൽ പിന്നെ വേറെ ബസ്സിൽ പോകണമല്ലോ. അപ്പോൾ നമ്മൾ അതിൻ്റെ പിന്നാക്കുള്ള വേറെ ബസ്സിൽ കയറിയിട്ടാണ്. വണ്ടിയിൽ കയറിയപ്പോഴേ ഇതേ ഒരു മലയാളം പാട്ട് വെച്ചിരിക്കുന്നത്. പിന്നെ കുറച്ച് നേരം മലയാളം പാട്ട് കയറിയിട്ട് അങ്ങനെ നമ്മൾ സുൽത്താൻ ബത്തേരി എത്തിയിട്ടാ. നമ്മുടെ കേരളത്തിലുള്ള സുൽത്താൻ ബത്തേരി അല്ലേ, ഇവിടെ മംഗലാപുരത്തുള്ള സുൽത്താൻ ബത്തേരി. കൂട്ടാക്ക കണ്ട കോട്ടാക്ക നല്ല നമ്മൾ മാത്രം കേട്ടോ, വേറൊരു മനുഷ്യനും ഇല്ല. കണ്ടില്ല, എല്ലാവരും ഇതിൻ്റെ അപ്പുറത്തുള്ള തണ്ണീർമൊഴി ബീച്ചിലേക്ക് പോയിരിക്കുക. അപ്പോഴാണ് നമ്മളാകെ ഇത് മാത്രമായിട്ട് കാണാൻ വന്നിരിക്കുന്നത്. ഈ പുഴ കണ്ട, ഈ പുഴയുടെ അപ്പുറത്താണ് തണ്ണീർമൊഴി ബീച്ച് കേട്ടോ. നിങ്ങളിപ്പോൾ ഈ കാണുന്ന ഈ ബോട്ടുണ്ട്, ഈ ബോട്ടിൽ കൂടി വേണം നമുക്ക് അങ്ങോട്ട് പോകാൻ. നമ്മുടെ മംഗലാപുരത്തെ ജങ്കാറ് 10-15 രൂപയുള്ളൂ കേട്ടോ. നമുക്ക് ഇവിടെ നിന്ന് ഒരു 600 മീറ്റർ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നേരെ തണ്ണീർമൊഴി ബീച്ചിലേക്ക് ഇങ്ങോട്ട് പോവാം. നമ്മളിപ്പോൾ ടിക്കറ്റ് എടുത്തോട്ടോ, 15 രൂപ ടിക്കറ്റ്. ഞാൻ പറഞ്ഞില്ലേ, എന്നിട്ട് എല്ലാവരും ക്യൂ നിൽക്കണ കുറേ ആൾക്കാർ. കുറേ ആൾക്കാരില്ലെങ്കിലും കുറച്ച് പേരുണ്ടല്ലേ, ബാക്കിയുള്ളവരൊക്കെ വന്നുകൊണ്ടിരിക്കുക. അപ്പോൾ ഈ ബോട്ടിൽ വേണം നമുക്ക് അങ്ങോട്ട് പോകാനായിട്ട്. വലിയ ആൾക്കാർ ഇറങ്ങണ കണ്ട, എന്താ തിരക്കല്ലേ. 15 രൂപയ്ക്ക് നമ്മൾ ബീച്ചിലേക്ക് പോകണം. 15 രൂപയ്ക്ക് സുൽത്താൻ ബത്തേരിയിൽ നിന്ന് തണ്ണീർമൊഴി ബീച്ച്. ബീച്ചിൽ കയറാനായിട്ട് ടിക്കറ്റ് എടുക്കുന്നത് ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. 20 രൂപ കൊടുത്ത് നമ്മൾ ടിക്കറ്റ് എടുത്തു. പക്ഷേ എന്നാലും വർത്താണ്. അതിൻ്റെ ഫ്രണ്ട് കണ്ടപ്പോൾ തന്നെ നമുക്ക് മനസ്സിലായി, കണ്ടില്ല എന്ത് വൃത്തിക്കാൻ മെയിൻറ്റെയിൻ ചെയ്തിരിക്കണം അല്ലേ. എന്നാൽ പിന്നെ നമുക്ക് ഇങ്ങനെ ഉള്ളിൽ കയറാൻ വിചാരിച്ചു ഉള്ളിൽ കയറിയിട്ടോ. ഉള്ളിൽ കയറിയപ്പോൾ തൊട്ട് എൻ്റെ കണ്ണ് മഞ്ഞളിച്ചിട്ട്. സത്യം പറഞ്ഞാൽ ഇത്രയും വൃത്തിയുള്ള ബീച്ച് ഞാൻ ഇവിടെ അടുത്തെവിടെയും കണ്ടിട്ടില്ല. അടുത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊക്കെ കേരളത്തിലെ ബീച്ചിലേ പോയിട്ടുള്ളൂ, അവിടെ എവിടെയും കണ്ടിട്ടില്ല കേട്ടോ. കണ്ടില്ലേ ഓരോ സ്ഥലങ്ങളിൽ. ഇനിയിപ്പോൾ നമ്മൾ ഉള്ളിൽ കയറുമ്പോൾ കാണാൻ പറ്റും. ഊട്ടിയിൽ കാണുന്ന പോലെ കുറേ പൈൻ ഫോറസ്റ്റ് ഒക്കെ കാണട്ടെ നമുക്ക് അവിടെ. അതുപോലെ തന്നെ വെയിൽ കൊണ്ട് മടുത്തവർക്ക് നമുക്ക് തണൽ കായാനായിട്ട് കുറച്ച് സാധനങ്ങൾ കെട്ടി വെച്ചിട്ടുണ്ട്. പിന്നെ മണ്ണിൽ കൂടി നടന്ന് മടുതിയായവർക്ക് ഇതേ ഒരു പരവതാനിയും വിരിച്ച് വെച്ചിട്ടുണ്ട്, അതിൽ കൂടി നടക്കാം. കുട കൊണ്ടുവന്നവർക്ക് ഫ്രീ ആയിട്ട് ഇവിടെ ഇരിക്കാം. കുടയില്ലാത്തവർക്ക് 100 രൂപ ഒരു മണിക്കൂറിന് കൊടുത്തിട്ട് ഇവിടെ ഇരിക്കാം. നമ്മളാരെ മോൻ കുടയും കൊണ്ടല്ലേ വന്നേ, കണ്ടില്ലേ. എന്നിട്ടൊരു 10 രൂപ കടലിൽ വാങ്ങിച്ചിട്ട് കുറിച്ചുകൊണ്ടിരിക്കട്ടാ. ബുദ്ധിയുടെ തണ്ണീർമൊഴി ബീച്ച് കണ്ടു കഴിഞ്ഞിട്ട് അവിടെ നിന്ന് 1.25 കിലോമീറ്റർ നടന്നു കഴിഞ്ഞാൽ തണ്ണീർമൊഴി ട്രക്കിങ് ആയിട്ട് വേറെ സാധനം ഉണ്ട്. ഇത്ര ഒന്നുമില്ല, മരങ്ങളും പച്ചക്കറി അല്ലേട്ടാ, പക്ഷികളുമായിട്ട് കുറേ സാധനങ്ങൾ. അപ്പോൾ അവരെ കാണാൻ വേണ്ടിയിട്ട് 1.5 കിലോമീറ്റർ നടന്നുകൊണ്ടിരിക്കുകയാണ്. നല്ല പച്ചാന്ന് നിൽക്കണ മരങ്ങളല്ലേ, എന്ത് രസമല്ലേ കാണാൻ. അധികം ആൾക്കാരൊന്നും ഇല്ല, അതുകൊണ്ടാണ് കേട്ടോ ഇങ്ങനെ നിൽക്കണത്. സത്യം പറഞ്ഞാൽ നന്നായിട്ടുണ്ട്. 1.5 കിലോമീറ്റർ നടന്ന് വന്നിട്ട് 30 രൂപയ്ക്ക് ടിക്കറ്റ് എടുത്താലും നല്ല രസമുണ്ട് കേട്ടോ കാണാനായിട്ട്. തണ്ണീർമൊഴി ബീച്ച് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ നേരെ പനമ്പൂര് ബീച്ചാണ് കാണാൻ പോയ. തണ്ണീർമൊഴിയിൽ നിന്ന് നമുക്കൊരു 35 രൂപ ടിക്കറ്റ് എടുത്തപ്പോൾ നേരെ പനമ്പൂര് കൊണ്ട് ഇറക്കി കിട്ടും. അവിടെ ഒരു 5 മണി 5:30 മണി ഇതേ കണ്ട സണ്ണൊക്കെ ഇങ്ങനെ സെറ്റാവാൻ കാത്തിരിക്കുകയാണ്. എന്നാൽ പിന്നെ അത് കാണാം. എന്തോരം പട്ടം പറത്തുന്ന ആൾക്കാരല്ലേ. പട്ടം പറത്തുന്ന ആൾക്കാർ താഴെ നിൽക്കുമ്പോൾ പട്ടം മുകളിൽ നിൽക്കുന്ന കളിക്കണുണ്ടോ, എന്ത് രസമല്ലേ. അങ്ങനെ 6:30 സമയത്ത് നമ്മുടെ സൂര്യൻ ഇങ്ങനെ സെറ്റാവാനായിട്ട് പോയിക്കൊണ്ടിരിക്കുക കേട്ടോ. അപ്പോൾ പിന്നെ തന്നെ അതും കൂടി കണ്ടിട്ട് വീട്ടിൽ പോകാമെന്ന് വിചാരിച്ചു. വീട്ടിലേക്കല്ല, റൂമിലേക്ക് കേട്ടോ. ഡേ ടൂരിലേക്ക് പോകണ്ടേ.